എട്ടാം ദിവസവും ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. MT മരുന്നുകളോട് നേരിയ നിലയിൽ പോസിറ്റീവായി പ്രതികരിച്ചു തുടങ്ങിയത് പ്രതീക്ഷ പകരുന്നുണ്ട്. MTയുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയോടെ പുറത്തിറക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, എട്ടാം ദിവസം പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുകയാണ് MTയുടെ തിരിച്ചുവരവിനായി. എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ലിബീഷ്, ഈ ഒരു സുദിനത്തിലെങ്കിലും MT തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥന തന്നെയാണ് കേരളം ഒന്നടങ്കം MTക്കായി നൽകുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, വിഖ്യാത എഴുത്തുകാരൻ ഒക്കെയായിട്ടുള്ള MT വാസുദേവൻ നായർ തുടർച്ചയായ 8ാം ദിവസമാണ് ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതര നിലയിൽ കഴിയുന്നത്. അതീവ ഗുരുതരാവസ്ഥ എന്ന നിലയിൽ നിന്നും അദ്ദേഹം മാറി വന്ന് അത് പരിമിതപ്പെട്ട് ഗുരുതരാവസ്ഥ എന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ എത്തിയിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ ദിവസം മുതൽ എത്തിയതിൽ നിന്ന് വലിയ കാര്യമായ മാറ്റമില്ല. ആ സ്ഥിതി വഷളായിട്ടില്ല എന്നുള്ളത് ആശ്വാസം പകരുന്നുണ്ട്. മരുന്നുകളോട് അദ്ദേഹം പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നുള്ളതും ആശ്വാസമാണ്. കൈകാലുകളെല്ലാം തന്നെ ചലിപ്പിച്ചു എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ആ ചലിപ്പിച്ചതും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ആശുപത്രി അധികൃതർ പുറത്തിറക്കും. ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച മെഡിക്കൽ സംഘത്തിന്റെ വിശദീകരണമായിരിക്കും അതിൽ ഉണ്ടാവുക. MT കഴിഞ്ഞ ഞായറാഴ്ചയാണ് 15-നാണ് ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് പ്രവേശിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം 5 ദിവസം മുൻപാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. അന്ന് അതിന്റെ പിറ്റേന്നുമെല്ലാം തന്നെ അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം പരിമിതപ്പെട്ടുകൊണ്ട് ഗുരുതര നില എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴും പൂർണ്ണമായും ആശ്വസിക്കാനുള്ള ഒരു വകയായിട്ടില്ല. അദ്ദേഹം ഇനിയും ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു തീവ്ര പരിശ്രമമാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തുടർന്നു വരുന്നത്. ലിബീഷ്, റിയാസ്, കഴിഞ്ഞ ദിവസം മകളുടെ ഭർത്താവ് ന്യൂയോർക്കിൽ നിന്ന് എത്തിയിരുന്നു. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ആശുപത്രിയിലുണ്ടോ? ഇന്നും സന്ദർശകർ ധാരാളമായിട്ടുണ്ടാകുമോ? തീർച്ചയായും ഈ MTയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് 2 പെൺമക്കൾ, അവരുടെ കുടുംബം എല്ലാം ഉണ്ട്, ഈ ആശുപത്രിയിലുണ്ട്. ഭാര്യ സരസ്വതി അടക്കമുള്ളവർ, ഈ കൊച്ചുമക്കൾ എല്ലാം ഈ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അടുത്ത ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒക്കെയുണ്ട്. അതിനു പുറമെ തന്നെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ MTയെ സന്ദർശിക്കാനായി എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്നലെയും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള MTയെ കാണാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തിന് അവിടെ ആശുപത്രിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം MTയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ തിരക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ തിരക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം കൂടുതൽ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് അവർ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ നീണ്ട നിര തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം അപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതിവേഗം അദ്ദേഹം അതെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 4 മാസമായി അദ്ദേഹം തുടർച്ചയായി ചികിത്സ തേടുന്നുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ അതിനെല്ലാം മറികടക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 48 വർഷം മുൻപ് മരണാസന്നനായി കിടന്നിരുന്ന MT ശക്തമായി തിരിച്ചു വന്ന് പിന്നീട് 48 വർഷക്കാലം കേരളത്തിന്റെ സാഹിത്യ സബരിയിൽ, സാംസ്കാരിക ഭൂമികയിലെല്ലാം തന്നെ അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമായി, ഒരു അക്ഷരങ്ങളുടെ ഒരു തമ്പുരാനായി അദ്ദേഹം ഇവിടെ ഒരു സിംഹാസനമിട്ടിരുന്ന ആ MT വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാം. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മളും കേരളവും എല്ലാം തന്നെ. ലിബീഷ്, MTയുടെ തിരിച്ചുവരവിനായ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് കേരളം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതേസമയം തന്നെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ധാരാളം സന്ദർശകർ MTക്ക് ഉണ്ട്. എല്ലാവരും തന്നെ MTയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10 മണിയോടുകൂടി വളരെ വിശദമായി തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. അതിൽ ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങൾ എന്താണെന്ന് കാത്തിരിക്കുകയാണ് കേരളം.